ലെറ്റ്സ് എക്സ്പ്ലോർ ചെട്ടിനാട്. വെൽക്കം ടു ഡേ 2 ഓഫ് അവർ റോഡ് ട്രിപ്പ് സീരീസ്. അങ്ങനെ നമ്മൾ ഡിണ്ടിഗലിൽ നിന്ന് ചെട്ടിനാട് എത്തിയിരിക്കുകയാണ്. മിഥല എക്കോ സ്റ്റേ എന്ന് പറയുന്ന ഒരു എയർബിൻബി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റേക്ക് ചുറ്റും തന്നെ നമുക്ക് കുറെ ഭംഗിയുള്ള മാൻഷൻസ് കാണാൻ പറ്റും. നല്ല സ്പേഷ്യസ് റൂംസും ആണ് കേട്ടോ ഈ സ്റ്റേയിൽ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് വാസ് കിഡിൽ. നല്ല ഒന്നാം തരം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് നമ്മൾ നമ്മുടെ യാത്ര സ്റ്റാർട്ടാക്കി. ആദ്യം പോയത് നെല്ലി ഹാൻഡ്ലൂംസിലായിരുന്നു. പൈസ കൊടുക്കുകയാണെങ്കിൽ ഇവർ ഹാൻഡ്ലൂം ചെയ്യുന്നതൊക്കെ നമുക്ക് കാണിച്ചു തരും. ഇവിടുത്തെ സാരി കളക്ഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം 600 to 18,000 ആയിരുന്നു പ്രൈസ് റേഞ്ച്. സാരിയൊക്കെ വാങ്ങി നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഉള്ള മാൻഷനിലേക്ക് കയറി. പേഴ്സൺ 10 rupees അല്ലെങ്കിൽ ചിലടത്ത് 50 rupees ആയിരിക്കും. 30 minutes ടൈം ഉണ്ട് നമുക്ക് ടോട്ടൽ ആ മാൻഷൻ ഫുൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഭയങ്കര ഭംഗിയായിരുന്നു ഓരോ വീടിന്റെ ആർക്കിടെക്ചർ കാണാനായിട്ട്. ചില വീട്ടിൽ ക്യാമറ അലൗഡ് ആയിരുന്നു, ചിലടത്ത് അലൗഡ് അല്ല. എടുക്കാനായിട്ട് സമ്മതിക്കില്ല. ഫോട്ടോസ് വേണമെങ്കിൽ നമുക്ക് എടുക്കാം. ഓരോ വീടിന് അതിന്റേതായ ഭംഗിയും കാംനെസ് ഉണ്ടായി. നമ്മൾ അത്തംകുടി പാലസിലും പോയിട്ടുണ്ട്. വിസിറ്റ് ചെയ്ത മാൻഷൻസ് നമുക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ പാലസ് ആയിരുന്നു. അങ്ങനെ അത്തംകുടി പാലസിന്റെ ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് കുറച്ചു നേരം നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങിയ. ഫ്ലോറിഷിന് വേണ്ടിയിട്ട് നട്ടുച്ചയ്ക്ക് നമ്മൾ എയർബിൻബിയിൽ നിന്ന് ഇറങ്ങിയത്. അത് കാരണം നല്ല ചൂടുണ്ടായിരുന്നു, നല്ല വിശപ്പും ഉണ്ടായിരുന്നു. നമ്മൾ നേരെ പ്രിയ മെസ്സിലേക്ക് വിട്ടു. കുട്ടനാട് ഏറ്റവും ബെസ്റ്റ് മീൽസ് കിട്ടുന്ന സ്ഥലമാണ്. അങ്ങനെ നമ്മൾ തേടി പിടിച്ച് വന്നത് മട്ടനും ചിക്കനും ഫിഷ് ഐറ്റംസും എല്ലാം കൂടി ചേർത്തിട്ട് മീൽസ് അങ്ങോട്ട് കഴിച്ചു. ഇപ്പൊ സ്കിഡില്ല. ലാസ്റ്റ് ഇളനീർ പായസം ഉണ്ട്, അത് മസ്റ്റ് ട്രൈ. സെർവ് ചെയ്യുന്ന ചേച്ചിമാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് ഏത് കഴിക്കണം ഏത് കഴിക്കണ്ടെന്നൊക്കെ ഇവര് കറക്റ്റ് പറഞ്ഞു. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ കണ്ടുകൊണ്ടേം ഷൂട്ട് ചെയ്ത മാൻഷൻ കാണാനായിട്ട് പോയി. ഉള്ളിൽ കേട്ടില്ല, പുറത്തുനിന്ന് നമുക്ക് കറക്റ്റ് അവിടെ എത്തിയപ്പോഴത്തേക്ക് നല്ല കിടിലമാണ്. അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടിട്ട് നമ്മൾ അടുത്തുള്ള ഒരു ചായക്കടയിൽ നല്ല ബണ്ണും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് വിട്ടു. രാത്രി ആയപ്പോഴത്തേക്ക് നമ്മൾ കാരക്കുടി ഗാർഡൻ ബിരിയാണി എന്ന് പറഞ്ഞ ഒരു ഹോട്ടലിലാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല ഫ്രൈഡ് റൈസും ചെട്ടിനാട് ചിക്കൻ കറിയൊക്കെ കഴിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും ഇവിടെ വിസിറ്റ്. ഇതായിരുന്നു നമ്മുടെ ചെട്ടിനാട് എക്സ്പ്ലോറേഷൻ. ഇനി ടു മധുരൈ.